بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين أما بعد ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു വന്നത് മൗലിദുൽ ഹുസ്നൈനിയുടെ 22ാമത്തെ ഹിസ്ബിൻ്റെ അവസാന ഭാഗമാണ്. ഇന്ന് നമുക്ക് അതിൻ്റെ 22ാം അധ്യായത്തിലെ അവസാനത്തെ ബൈത്ത് കവിതയാണ് സാരം പറയാനുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൻ്റെ അർത്ഥം എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല. ആരാധ്യനായി ആരാധനയ്ക്ക് അർഹനായി അള്ളാഹു മാത്രമേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ തിരുദൂതരാകുന്നു. സല്ലൽ ഖവിയ്യു വസല്ലമ അലൽ മുത്വഈ ഖസ്സമ സല്ലൽ മതീനു വസല്ലമ അലൽ മുത്വഈ ഖസ്സമ. ഇത് ഈ കവിത വലിയ സുദീർഘമായൊരു കവിതയാണ്. അതിൻ്റെ പല ശകലങ്ങൾ, പല ഭാഗങ്ങൾ ഹുസ്നൈനിയുടെ പല അധ്യായങ്ങളിലായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന 99 അസ്മാഉൽ ഹുസ്ന മാത്രമല്ല, അതിലും അധികം അസ്മാഉൽ ഹുസ്ന ഉണ്ട്. ഇതിൽ 99 പ്ലസ് 77 അസ്മാഉൽ ഹുസ്ന കിതാബുകളിലൊക്കെ പരതിയാൽ കാണാം. അവയിൽ നിന്ന് പലതും ഈ കവിതയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 1000-ൽ പരം അസ്മാവുകളുണ്ട്. അതിൽ പല ഇസ്മുകളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ആ അള്ളാഹുവിൻ്റെ ഇസ്മും മുത്തനബിൻ്റെ ഇസ്മും ഉൾക്കൊള്ളിച്ചിട്ടുള്ള സ്വലാത്തിൻ്റെ ഒരു ബൈത്താണ് ഈ ബൈത്തുകൾ. സല്ലൽ ഖവിയ്യു വസല്ലമ, ഖവിയായ അള്ളാഹു, സർവശക്തനായ അള്ളാഹു, അവൻ്റെ സ്വലാത്ത് ഉണ്ടായിരിക്കട്ടെ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സർവശക്തനായ അള്ളാഹുവിൻ്റെ പ്രകീർത്തനം. സ്വലാത്തിന് ഇമാം ബുഖാരി പറഞ്ഞ അർത്ഥം പ്രകീർത്തനം എന്ന. ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന എന്ന് പറഞ്ഞാൽ അള്ളാഹു മലായികത്തും പ്രകീർത്തിക്കുന്നുണ്ട്, മദ്ഹ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രകീർത്തനവും മദ്ഹും അത് ഉണ്ടായിരിക്കട്ടെ എന്ന് മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നെന്നും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നാം പ്രാർത്ഥിച്ചില്ലെങ്കിലും അള്ളാഹു തആല അത് ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു എപ്പോഴും നിർവഹിക്കുന്ന കർമ്മമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമാം ബുഖാരിയും മറ്റു പല സലഫ് സ്വാലിഹീങ്ങളും പറഞ്ഞ ഒരു മീനിങ് ആണ് സ്വലാത്തിന് മദ്ഹ്. അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ ആ സ്വലാത്തിൻ്റെ അർത്ഥം മദ്ഹ്, പ്രകീർത്തനം എന്നാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ മൗലിദ് ഓതുക എന്നൊക്കെ പറയും. അപ്പോൾ സല്ലൽ ഖവിയ്യു, അള്ളാഹു തആല മദ്ഹ് നിലനിർത്തട്ടെ, പ്രകീർത്തനം നിലനിർത്തട്ടെ. വസല്ലമ, അള്ളാഹുവിൻ്റെ രക്ഷയും എല്ലാ ന്യൂനതകളിൽ നിന്ന് രക്ഷപ്പെടുത്തൽ അത് നിലനിർത്തട്ടെ അള്ളാഹു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളൊക്കെ ന്യൂനത ഉള്ളവരാണ്. അള്ളാഹു അല്ലാത്തവരെല്ലാവരും ന്യൂനത ഉള്ളവരാണ്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ തന്നെ ന്യൂനത ഉള്ളവൻ എന്നാ അതിൻ്റെ അർത്ഥം. സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ന്യൂനത ഇല്ലാത്തവൻ എന്ന്. സൃഷ്ടിയാകുമ്പോൾ തന്നെ ന്യൂനതയായി. പക്ഷേ അത് വിചാരിച്ച് നാം റസൂലുള്ളാഹി ന്യൂനത ഉള്ളവരാണെന്ന് തസ്ബീഹ് ചൊല്ലേണ്ട ആവശ്യമില്ല. അതിങ്ങനെ പറഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞെടുക്കാൻ പാടില്ല. ഇത് പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ അതിങ്ങനെ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല.
സൃഷ്ടികളിൽ സമ്പൂർണ്ണരാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി എന്നാണ് നമ്മൾ പറയേണ്ടത്. അല്ലെങ്കിൽ സൃഷ്ടികളിൽ ഏറ്റവും സമ്പൂർണ്ണരാണ് സയ്യിദുന റസൂലുള്ളാഹി അങ്ങനെ പറയാം. അല്ലെങ്കിൽ സമ്പൂർണ്ണരായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി, സൃഷ്ടികളിൽ പരമസമ്പൂർണ്ണരായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി എന്നൊക്കെ പറയാം. അതൊന്നും പറയുമ്പോൾ കാഫിറായി പോകുമോ എന്ന് പേടിക്കണ്ട. പഠിക്കാത്തവരാണ് പെട്ടെന്ന് കാഫിറാകുമോ എന്ന് പേടിക്കുന്നത്. പഠിക്കാത്തവർ ചില വാക്കുകൾ പറഞ്ഞ് പേടിക്കാതെ പറഞ്ഞ് അറിവില്ലാതെ പെട്ടെന്ന് കാഫിറാകുന്നവരുമുണ്ട്. പക്ഷെ പഠിക്കാത്തവരുണ്ട്. അവർ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോഴത്തിന് അത് കാഫിറായി പോകുമെന്ന് വിചാരിച്ചു. പരമസമ്പൂർണരായ മുത്തനബി എന്ന് പറയുമ്പോൾ അത് കാഫിറായ പോലെ പരമസമ്പൂർണന അള്ളാഹു അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരാൾ പരമസമ്പൂർണനായ പ്രവാചകർ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയാൻ പാടില്ല, അദ്ദേഹം കുഫ്രിയത്തിൻ്റെ വാക്കാണ് പറഞ്ഞത്, പരമസമ്പൂർണൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അദ്ദേഹം ആരാണ് ആ പറഞ്ഞത് നോക്കണം. ആ പറഞ്ഞത് ഒരു അമുസ്ലിമാണോ, മുത്തനബിനെ പറ്റി ഒന്നും മനസ്സിലാക്കാത്തൊരു അവിശ്വാസി പറഞ്ഞതാണോ? എന്നാൽ പിന്നെ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കാൻ സാധ്യതയുണ്ട്. കാരണം മുസ്ലിങ്ങളല്ലാത്തവർ പലരും പല ആളുകളും ദൈവാക്കുന്ന ആളുകളാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളൊക്കെ ഒരു പൂർണ്ണ മനുഷ്യനൊക്കെ ദൈവമാക്കും. അങ്ങനെ പറഞ്ഞതാവാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് ആ പറഞ്ഞ വ്യക്തി ഒരു ആലിമിൻ്റെ പ്രസംഗമാണോ? എന്നാൽ അതിന് എത്രയേ അർത്ഥം കൊടുക്കേണ്ടതുള്ളൂ, മനസ്സിലാക്കേണ്ടതുള്ളൂ. സൃഷ്ടികളിൽ പരമസമ്പൂർണൻ എന്നായിരിക്കും അദ്ദേഹം വിചാരിച്ചത്. സൃഷ്ടികളിൽ പരമസമ്പൂർണൻ എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇവിടെ വരാനില്ല. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടതും. സൃഷ്ടികളിൽ പരമസമ്പൂർണനാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അതോടൊപ്പം അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ന്യൂനതയുള്ളവരാണ് അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ, അള്ളാഹുവിനെ അപേക്ഷിച്ച്. കാരണം മുത്തനബിയുടെ മുഴുവൻ സമ്പൂർണതകളും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന സമ്പൂർണതകളാണ്. അള്ളാഹുവിൻ്റെ സമ്പൂർണത മറ്റൊരു ശക്തിയും നൽകിയതല്ല. അള്ളാഹുവിന് ആരെയും ആശ്രയിക്കേണ്ടതില്ല. അള്ളാഹു മാത്രമാണ് നിരാശ്രയൻ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ള സൃഷ്ടികളെ ആശ്രയിക്കേണ്ട ആവശ്യം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖീഖത്ത് മുഹമ്മദിയത്ത് എന്ന് പറയുന്ന മുത്തനബിയുടെ ഹഖീഖത്ത് എനിക്ക് മറ്റൊരു സൃഷ്ടിയെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, അള്ളാഹുവിനെ മാത്രമേ ആശ്രയിക്കേണ്ട ആവശ്യമുള്ളൂ. ആ വിഷയം ഇപ്പോൾ ഞാൻ വിശദമായി പറയുന്നില്ല. അത് പല ഭാഗങ്ങളിലായി നാം സംസാരിച്ചതുമാണ്. ഇപ്പോൾ അങ്ങോട്ട് പോയാൽ നമ്മുടെ വിഷയം അവിടെ നിൽക്കും, അത് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ ഭാഗം സംസാരിക്കുന്നില്ല. സല്ലൽ ഖവിയ്യു വസല്ലമ, അല്ലാഹു തആല തസ്ലീം ചെയ്യട്ടെ എന്ന, ന്യൂനതകളിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കട്ടെ എന്ന. അപ്പോൾ അല്ലാഹു തആല ഓരോ നിമിഷവും അവൻ്റെ ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരോ നിമിഷവും ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം, ദറജ അത് കയറിക്കൊണ്ടേയിരിക്കുക. ഓരോ ദറജയും കയറുമ്പോൾ ഓരോ ന്യൂനതയിൽ നിന്നും അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അകന്നു പോകുന്നു, വിശുദ്ധരാകുന്നു. എത്ര മുത്തനബി വിശുദ്ധരായാലും അത് അള്ളാഹുവിൻ്റെ കമാലിലേക്ക്, അള്ളാഹുവിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുകയില്ല. അക്കാര്യം ഉറപ്പാണ്. അള്ളാഹുവിൻ്റെ കമാല്, പരിപൂർണത അതൊരിക്കലും നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത, അനന്തമായി നിൽക്കുന്ന സംഭവമാണ്. മനസ്സിലാക്കാനും കഴിയാത്ത സംഭവമാണ് അള്ളാഹുവിൻ്റെ പരിപൂർണത. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണത അത് അള്ളാഹു നൽകുന്ന പരിപൂർണതയാണ്. അതും സൃഷ്ടികളായ നമ്മെ കൊണ്ട് കണക്കാക്കാൻ കഴിയൂല, അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ അത് കണക്കാക്കാൻ കഴിയുള്ളൂ. സൃഷ്ടികളെ കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പരിപൂർണതയും കണക്കാക്കാൻ കഴിയൂല. അപ്പോൾ നാം ഈ പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവെ നീ നിൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മധുവും പരിപൂർണതയും നൽകിക്കൊണ്ടിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത്, നാം നൽകിയില്ലെങ്കിൽ അള്ളാഹു തആല അത് നിർവഹിക്കാത്തത് കൊണ്ടല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അത് സൂചിപ്പിച്ചിട്ടുണ്ട്. മറിച്ച് ഇത് നമ്മുടെ ഒരു ബാധ്യത. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രതിബദ്ധതയുടെയും ആദരവിൻ്റെയും ഭാഗമായിട്ടാണ്, സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഭാഗമായിട്ടാണ് നാം അങ്ങനെ ദുആ നിർവഹിക്കുന്നത്. അലൽ മുത്വാഇ, അത് മുത്തനബിയുടെ ഒരു ഇസ്മാണ്.
മുത്തനബിയുടെ ഒരു തിരുനാമമാണ് മുത്വാ, അൽ മുത്വാ, അനുസരിക്കപ്പെടുന്ന ആള്, അംഗീകരിക്കപ്പെടുന്ന ആള്, സ്വാധീനമുള്ള ആള്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള മുഴുവൻ മലായിക്കത്തും എല്ലാ ആളുകളും എല്ലാ ഔലിയാവും എല്ലാ അമ്പിയാവും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വിനയാന്വിതരായി മുത്തനബിയെ അംഗീകരിക്കുന്നു. എല്ലാ മുസ്ലിങ്ങളും എല്ലാ മുഅ്മിനീങ്ങളും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നു. ഖസ്സമ. മാത്രമല്ല അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യരിൽ നിന്നും ഭൂതന്മാരിൽ നിന്നും ഉള്ള തമ്മാടികളല്ലാത്തവർ, ദോഷികളല്ലാത്തവരെല്ലാം എന്നെ അംഗീകരിക്കുന്നവരാണ്, എന്നെ മനസ്സിലാക്കുന്നവരാണ് എന്നാണ് മുത്തനബി പറഞ്ഞു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുത്വാ ഖസ്സമ. ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുന്നതരാണ്, എത്രയോ മേലെയായവരാണ്. സല്ലൽ മതീനു കവി, യാ കവിയു യാ മതീൻ എന്ന അസ്മാഉൽ ഹുസ്നയിലുള്ളത്. മതീൻ എന്ന് പറഞ്ഞാലും ഭാഷാർത്ഥം ശക്തി എന്ന് തന്നെ, പക്ഷേ ആ ശക്തി രണ്ടും വ്യത്യാസമുണ്ട്. കവി എന്ന് പറയുന്ന ശക്തവാൻ, അത് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ സർവശക്തൻ എന്ന് പറയും. മതീൻ എന്ന് പറഞ്ഞാൽ പരമശക്തൻ എന്നാണ് പറയേണ്ടത്. കാരണം ഭാഷയിൽ തന്നെ ഒരു വ്യക്തിനെ കുറിച്ച് അള്ളാഹുവിന് പറയുന്ന ഇസ്മുകളൊക്കെ ഭാഷയിൽ മനുഷ്യന്മാർക്കും മറ്റു ജീവികൾക്കൊക്കെ പറയാൻ പറ്റും. ഹബലുൻ മതീൻ എന്ന് പറയും അല്ലേ? ഹബലുൻ മതീൻ എന്ന് പറഞ്ഞാൽ എന്താ? സുദൃഢമായ കയർ എന്നതിൻ്റെ അർത്ഥം, ദൃഢമായ കയർ. അപ്പോൾ അതിശക്തമായ കയർ, അതിനാണ് മതീൻ എന്ന് പറയുക. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് സല്ലൽ മതീനു എന്ന് പറഞ്ഞാൽ പരമശക്തനായ അള്ളാഹു, അവൻ മദ്ഹ് നിർവഹിക്കട്ടെ. വസല്ലമ, അവൻ തസ്ലീം ചെയ്തുകൊണ്ടിരിക്കട്ടെ. അലൽ മുതീഇ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്വാ ആണ്. സൃഷ്ടികളിലേക്ക് നോക്കുമ്പോൾ മുത്വാ ആണ്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് നോക്കുമ്പോൾ മുതീ ആണ്. സൃഷ്ടികളിൽ ഏറ്റവും അള്ളാഹുവിനിക്ക് വഴിപ്പെടുന്നവർ, അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും വിനയാന്വിതനായി ആരാധിക്കുന്നവരാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ര അള്ളാഹുവിന് ആരാധിക്കുന്ന ഒരു മലക്കുമില്ല. സൃഷ്ടിച്ചത് മുതൽ ഇന്നും എന്നും സുജൂദിൽ കിടക്കുന്ന മലക്കുണ്ട്. പക്ഷെ ആ മലക്കിനേക്കാൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവർ, ആരാധിച്ചവർ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം ആ മലക്കൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ച ശേഷമാണ് ആ മലക്കിനൊക്കെ പഠിച്ചത്, ആ മലക്കിൻ്റെ ആരാധനയും പഠിച്ചത്. അതിനു മുമ്പേ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ആരാധനയിൽ മുഴുകി അള്ളാഹുവിനെ കുറിച്ച് ഈ മലക്ക് അറിഞ്ഞതും അറിയാൻ പോകുന്നതും ഇനി അറിയാത്തതും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അതിലും വലിയ ആരാധനയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാരിഫത്തും ഇബാദത്തും വേറെ ഒന്നുമില്ല. അതുകൊണ്ട് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ മുതീഈൻ, സയ്യിദുൽ ആബിദീൻ ആണ്. ഖശ്ശമ, അതാ പറഞ്ഞത് ആ മുതീ എങ്ങനത്തെ മുതീയാണ്? അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ്ക്ക് വഴിപ്പെടുന്നവരും ആരാധിക്കുന്നവരുമാണ്. ഖശ്ശമ, സമുന്നതരായ ആരാധിക്കുന്ന വ്യക്തിയാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലൽ വലിയ്യു വസല്ലമ അലൽ ഗിയാസി ഹത്തമാ സല്ലൽ ഹമീദു വസല്ലമ അലൽ അജീരി ഹുല്ലിമാ. സല്ലൽ വലിയ്യു വസല്ലമ, വലിയ സ്വലാത്ത് ചെയ്യട്ടെ. വലിയ അള്ളാഹുവിന്, വലിയായ അള്ളാഹു. ആദ്യം പറയുന്നതൊക്കെ അള്ളാഹുവിൻ്റെ ഇസ്മാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ഹുസ്ന എത്രണ? അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ മുഴുവൻ ഇസ്മുകളും ഹുസ്നയാണ്. അസ്മാഉൽ ഹുസ്ന 99 99 എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. അതിൻ്റെ അർത്ഥം ആ 99 ഇസ്മുകൾ വളരെ പ്രധാനപ്പെട്ട ഇസ്മുകളാണ്. അതിലും പ്രധാനപ്പെട്ടത് വേറെ ഇല്ല എന്നതിനർത്ഥമല്ല. ആ 99 ഇസ്മുകൾ മൻ അഹ്സാഹ ദഖലൽ ജന്ന, അവ ഒരാൾ മനപ്പാടാക്കിയാൽ അവന് സ്വർഗത്ത് കടക്കാൻ കാരണമാവും. അതൊരു അമലാണ്. അത് പറയാൻ വേണ്ടി 99 ഇസ്മിനെ മുത്തനബി ഒരിക്കൽ ഒറ്റ വാക്കിൽ എണ്ണിയതാണ്.
എന്നല്ലാതെ അള്ളാഹുവിൻ്റെ തിരുനാമങ്ങൾ 99 ക്ലിപ്തമായത് കൊണ്ടല്ല. ആ 99 ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് അൽ വലി എന്ന് പറയുന്ന ഇസ്മ. അൽ വലി എന്ന് പറഞ്ഞാൽ എന്താ? അൽ വലി എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നവൻ, ഇഷ്ടപ്പെടുന്നവൻ, സഹായിക്കുന്നവൻ, സ്നേഹിക്കുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവാണ് എല്ലാവരെയും സഹായിക്കുന്നവൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മിൽപ്പെട്ടതാണ് ആ വലി. ഈ വലി എന്ന് പറയുന്ന ഇതേ ഇസ്മ തന്നെയാണ് അള്ളാഹുവിലേക്ക്. വലി എന്ന് പറഞ്ഞാൽ അടുത്തവൻ എന്നും അർത്ഥമുണ്ട്. വലി എന്ന് പറഞ്ഞാൽ അടുത്തവൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുത്ത വ്യക്തി, അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ച വ്യക്തി. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കൽ ഫർളായ കാര്യങ്ങൾ വൃത്തിയായി പൂർണ്ണമായി എടുത്ത് പിന്നീട് ഫർളില്ലാത്ത നിർബന്ധമില്ലാത്ത കാര്യങ്ങളും സ്വന്തം എനിക്ക് നിർബന്ധമാണെന്ന ചിന്തയിൽ, ആ നിർബന്ധമില്ലെങ്കിൽ ഇതിൻ്റെ നിർബന്ധമാണ്, അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും എൻ്റെ ഒരു നിർബന്ധമാണ് അള്ളാഹു താലാക്ക് സുന്നത്തായ കാര്യങ്ങളൊക്കെ എടുക്കൽ. അങ്ങനെ സുന്നത്തായ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിൽ മുഴുകി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുക. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്താൽ ആ വ്യക്തിക്ക് അള്ളാഹു താല പല കഴിവും കൊടുക്കും. അള്ളാഹുവിൻ്റെ പല സൃഷ്ടികളെയും സഹായിക്കാനുള്ള കഴിവ് കൊടുക്കും. അപ്പോൾ ആ വ്യക്തിയും വലിയായി. അള്ളാഹുവിലേക്ക് അടുത്ത വ്യക്തിയും വലിയായി. അള്ളാഹുവിൻ്റെ അടിമയുടെ പേരും വലിയായി മാറി. അപ്പോൾ അള്ളാഹുവിൻ്റെ പേര് അള്ളാഹുവിൻ്റെ അടിമക്ക് പറയാൻ പറ്റുമോ? അള്ളാഹുവിൻ്റെ പേര് അള്ളാഹിൻ്റെ അടിമക്ക് പറഞ്ഞാൽ അത് കുഫ്രിയത്തായി പോകൂലേ എന്ന് തോന്നിപ്പോവും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. ഹാദി അസ്മാഉൽ ഹുസ്ന 99 അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതല്ലേ ഹാദി എന്നുള്ള ഇസ്മ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹാദി എന്ന ഇസ്മില്ലേ? 99 ഇസ്മിൽ പെട്ടതല്ലേ റഊഫ് എന്നുള്ള ഇസ്മ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടില്ലേ റഊഫ് എന്നുള്ള ഇസ്മ? 99 ഇസ്മിൽ വളരെ പ്രധാനപ്പെട്ടതല്ലേ റഹീം? ബിസ്മിയിലുള്ള ഇസ്മാണ്. ബിസ്മിയിൽ അല്ലാഹു തആല 3 ഇസ്മാ പറഞ്ഞത്. ബിസ്മില്ലാഹി അർ-റഹ്മാനി അർ-റഹീം. ഈ അർ-റഹീം എന്ന് ബിസ്മിയിൽ ആവർത്തിച്ച് പറഞ്ഞ ആ റഹീം എന്ന് പറയുന്ന ഇസ്മ അല്ലാഹു തആല മുത്തുനബിക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ തിരുനാമങ്ങളിൽപ്പെട്ട നാമങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് പറയാൻ പറ്റുമോ പറ്റില്ലയോ അത് പഠിക്കേണ്ടതുണ്ട്. ചിലർ മനസ്സിലാക്കിയത് നാമകരണമായി നാം ചിലർക്ക് പേര് വെക്കും. അബ്ദുർ റഹീം എന്ന് പേര് വെച്ചാൽ റഹീമേ എന്ന് വിളിക്കൽ ഹറാമാണ് എന്ന് ധരിച്ചു വെച്ചവരുണ്ട്. അത് ശരിയല്ല, അത് തെറ്റാണ്. അങ്ങനെ ശറഈൽ ഹുക്കുമില്ല. അങ്ങനെ ഫുഖഹാ ഒന്നും പറഞ്ഞിട്ടില്ല. ഫുഖഹാ പറഞ്ഞതിന് എന്താ? അബ്ദുർ റഹീം എന്നാണ് പേര് വെക്കൽ സുന്നത്ത്. പക്ഷേ എങ്ങനെയും പേര് വെക്കാം. ഒരു കറാഹത്തില്ലാതെ തന്നെ റഹീം എന്ന് തന്നെ പേര് വെക്കാം, അബ്ദില്ലാതെ. ഒരു കുട്ടിക്ക് വലിയൊന്നാവണ്ട, ഒരു കുട്ടിക്ക് തന്നെ പേര് വെക്കാം, റഹീം എന്ന് പേര് വെക്കാം. അങ്ങനെയല്ലേ ഫുഖഹായ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വലിയ ഇമാമിങ്ങൾ പറഞ്ഞു തന്നത്. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ 2 ഇസ്മ അത് അള്ളാഹുവിന് മാത്രമേ പറയാൻ പാടുള്ളൂ. അല്ലാത്ത ഇസ്മുകളൊക്കെ അള്ളാഹു അല്ലാത്തവർക്കും പേരായും പറയാം, ഒരു വിശേഷണമായിട്ടും പറയാം. റഹീമായ മുസ്ലിയാർ എന്ന് പറയാം, റഊഫായ ഉസ്താദ് എന്ന് പറയാം, റഊഫായ ഭർത്താവ് എന്ന് വേണമെങ്കിൽ പറയാം. അത് തെറ്റില്ല, അത് കറാഹത്തുമില്ല ഹറാമുമില്ല എന്നാണ് ഉലമാവ് പറഞ്ഞു തന്നത്. ഏതാ 2 ഇസ്മ പറയാൻ പാടില്ലാത്തത്? അല്ലാഹ് എന്നുള്ള ഇസ്മ. അത് ലോകത്ത് ആരും ഇതുവരെ ഒരാൾക്കും പേര് വെച്ചിട്ടില്ല എന്നാണ്. അള്ളാഹു അല്ലാതെ ആർക്കും ആ പേരില്ല, അല്ലാഹ് എന്നുള്ള ഇസ്മ. പിന്നെ അർ-റഹ്മാൻ, ഈ അർ-റഹ്മാൻ എന്നുള്ള ഇസ്മും അതും ആർക്കും പേര് വെക്കാത്ത ഇസ്മാണ്. പേര് വെക്കൽ ഹറാമാണ്. അള്ളാഹുന്നും പേര് വെക്കാൻ പാടില്ല, റഹ്മാനെന്ന് പേര് വെക്കാൻ പാടില്ല. പേര് വെക്കാൻ പാടില്ല എന്നല്ല, അത് വിശേഷണമായിട്ടും പറയാൻ പാടില്ല. റഹ്മാനായ വ്യക്തി എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് അബ്ദുർ റഹ്മാൻ എന്ന് പേര് വെച്ച കുട്ടികൾക്ക് റഹ്മാനെ എന്ന് വിളിക്കുന്ന ചില ആളുകളുണ്ട്, അത് ഹറാമാണ്. റഹ്മാൻ ഫൈസി എന്നൊക്കെ പറയുന്ന പോലുണ്ട്, അത് ഹറാമാണ്.
പഠിക്കാത്തവരാണ് അങ്ങനെ പ്രയോഗിക്കുന്നത്. റഹ്മാൻ ദാരിമി, റഹ്മാൻ ഫൈസി എന്നൊന്നും പറയാൻ പാടില്ല. റഹ്മാൻ ഫൈസി ആവില്ല. അപ്പോൾ അബ്ദുർ റഹ്മാൻ എന്ന് തന്നെ അവിടെ പറയണം. ഇതാരെ പറഞ്ഞത്? അനാ ഭാഗം എന്ന് പറയാം. അള്ളാഹിൻ്റെ മറ്റുള്ള ഇസ്മുകളുണ്ടല്ലോ, അസീസ്. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് ഈ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏത് ഇസ്മും അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് വേറെയാണ്. സൃഷ്ടികളെ കുറിച്ച് അത് പറയുമ്പോൾ വിശേഷനായിട്ട് പറഞ്ഞാലും പേര് പറഞ്ഞാൽ പിന്നെ പേരെന്നെ, വിശേഷനായിട്ട് പറയുമ്പോൾ അതിൻ്റെ മീനിങ് ഒന്ന് വേറെയാണ്. ഇപ്പോൾ ബസീർ എന്ന് പറയൂലേ, ബസീർ എന്ന് കാഴ്ചയുള്ളവർക്കൊക്കെ പറയും. ഫിഖഹിൻ്റെ കിതാബിലൊക്കെ ഉണ്ട് ഏത് ബസീർ, കാഴ്ചയുള്ളവനെ കുറിച്ച് ബസീർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഅമ കാഴ്ചയില്ലാത്തവൻ, ബസീർ കാഴ്ചയുള്ളവൻ. അള്ളാഹ് ബസീർ എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹു അല്ല. അപ്പോൾ ബസീർ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ്. അപ്പോൾ അസീസ്, ബസീർ, സമീഉ, ജബ്ബാർ, മുതകബ്ബിർ എന്നും പറയാം. അള്ളാഹിൻ്റെ ഇസ്മിൽ പെട്ടതാണ് മുതകബ്ബിർ. അതും പേര് വെക്കാം. ഫാസിഖീങ്ങൾ, ദീനിൻ്റെ ശത്രുക്കൾ, അവർക്കെതിരിൽ ബാഹ്യത്തിൽ കിബിർ തോന്നുന്ന, തകബ്ബുർ യഥാർത്ഥത്തിൽ പറയൂലെങ്കിലും തകബ്ബുർ തോന്നുന്ന പ്രകടനം പ്രകടിപ്പിക്കേണ്ടി വരും. അതല്ലേ സ്വഹാബത്തൊക്കെ മുത്തനബി എന്നൊരിക്കൽ പറഞ്ഞില്ലേ, അനൻ നബിയു ലാ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ്. ഒരു സ്വഹാബി യുദ്ധത്തിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്ന തറവാട്ടുകാരനാണ്. അപ്പോൾ മറ്റൊരു സ്വഹാബി പറഞ്ഞാൽ റസൂലുള്ളാഹിയോട് പറയൂ, നീ ഇപ്പോൾ പറഞ്ഞത് വലിയ കിബിറായിപ്പോയി, ദുരഭിമാനായിപ്പോയി, ചെയ്ത യുദ്ധങ്ങളൊക്കെ ബാത്തിലായി. അല്ല, മുത്തനബിൻ്റെ അടുത്തേക്ക് ഈ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ സലമത്തുൽ അക്വയാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് സഹോദരൻ മുത്തനബിൻ്റെ അടുത്തേക്ക് ഈ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ മുത്തനബി പറഞ്ഞു, അത് പ്രശ്നമല്ല, യുദ്ധത്തിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. യുദ്ധത്തിൽ നമ്മുടെ ഗാംഭീര്യവും പവറും മനസ്സിലാക്കാൻ വേണ്ടി, മറ്റുള്ളവർ ശത്രുക്കൾ നമ്മളെ ഡിഗ്രിയും പവറൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കിബിർ തോന്നിപ്പിക്കുന്ന വാക്ക് കിബിറല്ല, തോന്നിപ്പിക്കുന്ന വാക്ക് പറയാം. അപ്പം അങ്ങനെ മുത്തകബ്ബിർ എന്നൊരാൾക്ക് പേര് വെക്കാം. അപ്പം എന്തെങ്കിലും ഒരു മീനിങ് അവിടെ വേണ്ട, ഈ ഒരു മീനിങ് അതിന് വെച്ചു കൊടുത്താൽ മതി. എന്നതുപോലെ ജബ്ബാർ, ഖഹാർ, മാലിക്കുൽ മുൽക്ക് അള്ളാഹുവിന് ഉള്ള അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാ. ആ മാലിക്കുൽ മുൽക്കും മറ്റൊരു വ്യക്തിക്ക് പറയാൻ പറ്റും, പേര് വെക്കാനും പറ്റും, വിളിക്കാനും പറ്റും. യാ മാലിക്കൽ മുൽക്ക് എന്ന് വിളിക്കാനും പറ്റും, വിശേഷണമായിട്ട് പറയാനും പറ്റും. മാലിക്കുൽ മുലൂക്ക് എന്ന് പറയാൻ പാടില്ല, അത് ഹറാമാണ്. മാലിക്കുൽ മുലൂക്ക് എന്ന് പേര് വെക്കാനും പാടില്ല, അത് ഹറാമാണ്. പക്ഷെ മാലിക്കുൽ മുൽക്കും മുലൂക്കും വ്യത്യാസമുണ്ട്. മാലിക്കുൽ മുലൂക്ക് എന്ന സർവ്വ രാജാക്കന്മാരുടെയും രാജാവ്, രാജാതിരാജൻ, അത് അള്ളാഹുവിനെ പറയാൻ പാടുള്ളൂ. അത് അള്ളാഹു അല്ലാത്തവർക്ക് പറയൽ ഹറാമാണ് എന്നാണ് പ്രബലം. അങ്ങനെയാണ് പ്രബലം. ഹറാമില്ല എന്ന അഭിപ്രായം ഉണ്ടെങ്കിലും പ്രബലം ഇബ്നു ഹജർ ഹൈത്തമി റഹിമഹുല്ലാഹ് പ്രബലമായ അഭിപ്രായം പറഞ്ഞത് അത് ഹറാമാണ് എന്ന്. മാലിക്കുൽ മുലൂക്ക്, മാലിക്കുൽ മുൽക്കി എന്ന് പേര് പറയാൻ പറ്റും. ദുൽജലാലി വല്ലിക്കറാം എന്ന് വിശേഷനായിട്ടും പറയാം. മുഅ്മിനി എന്ന് പറയാം, മുഹൈമിനി എന്ന് പറയാം. മുഅ്മിന് സാധാരണ പറയുന്നതല്ലേ. ഹദീസിൽ കാണാം, ഖുദ്സിയ ഹദീസിൽ കാണാം, സ്വർഗ്ഗക്കാരൊക്കെ സ്വർഗത്തേക്ക് പോയി നരകത്തിൽ കുറച്ച് മുഅ്മിനീങ്ങൾ ബാക്കിയായി. അപ്പോൾ അള്ളാഹു പറയും, ഇനി നിങ്ങൾ നരകത്തിൽ ബാക്കിയുണ്ട്, നിങ്ങളും ഞാനും ഒരു വിഷയത്തിൽ യോജിപ്പുണ്ട്, ഞാനും മുഅ്മിനാണ്, എൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ് മുഅ്മിന്, നിങ്ങൾക്ക് മുഅ്മിനി എന്നുള്ളൊരു പേരുണ്ടല്ലോ, നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളും ഞാനും ഈ പേരിലെങ്കിലും ഒത്തത് കൊണ്ട് നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് അള്ളാഹു തആല അവരോട് പറയും എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ മുഹൈമിൻ, ഇങ്ങനെ എല്ലാ ഇസ്മുകളും, 2 ഇസ്മല്ലാതെ 99 ഇസ്മുകളിൽ 97 ഇസ്മുകളും അള്ളാഹുവിന് പറയാൻ പറ്റും. ഖാലിഖ് എന്ന് പറയാൻ പറ്റും അള്ളാഹു അല്ലാത്തവർക്ക്. 97 ഇസ്മുകളും അള്ളാഹു അല്ലാത്തവർക്ക് പറയാൻ പറ്റും. അതിൽപ്പെട്ട ഖാലിഖ് എന്നും പേര് പറയാനും പറ്റും, വിശേഷണമായിട്ടും പറയാൻ പറ്റും. ഖാലിഖായ ശാസ്ത്രജ്ഞൻ എന്ന് പറയാം. ഖാലിഖ് പ്ലെയിനിൻ്റെ ഖാലിഖായ ശാസ്ത്രജ്ഞൻ എന്ന് പറയാം. ഖാലിഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഖാലിഖ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് വേറെയാണ്. സൃഷ്ടിക്ക് ഖാലിഖ് എന്ന് പറയുമ്പോൾ അതിനെ ഉണ്ടാക്കിയവൻ എന്നർത്ഥമാണ്. പല കഴിവുകളും ഉപയോഗപ്പെടുത്തി പലരെയും ആശ്രയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പല സൃഷ്ടികളെയും
ആശ്രയിച്ചുകൊണ്ട് അള്ളാഹുവിനെയും ആശ്രയിച്ചുകൊണ്ട് നിർമ്മിച്ച നിർമ്മാതാവ് എന്നാ ഖാലിഖിൻ്റെ വായന. എല്ലാവരും എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. കുട്ടികൾ വരെ കളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഖാലിഖ് എന്ന് ആ അർത്ഥത്തിൽ പറയാൻ പറ്റും. പക്ഷെ അള്ളാഹുവിന് പറയുന്നത് ഖാലിഖ് അല്ലാതെ. ഖാലിഖു സമാവാത്തി വൽ അർളി അത് അള്ളാഹുവിന് പറയുന്നത്. അത് സൃഷ്ടിയാക്കി പേര് വെക്കാനും പാടില്ല, വിളിക്കാനും പാടില്ല. കാരണം അത് കെരിബാണ്, കളവാണ്. ആകാശ ഭൂമികളെ പടച്ചവൻ അങ്ങനെ പറയാൻ പാടില്ല. വെറും ഖാലിഖ് എന്ന് സൃഷ്ടിയാക്കി പറയാം. ഇതാ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ല പറയുന്നു, വയഹ്റുമു മലിക്കുൽ മുലൂക്ക് തുഹ്ഫ 9ാമത്തെ വാള്യം കിതാബുൽ ഉളുഹിയ്യത്ത് അഖീഖത്ത് പറയുന്ന ഭാഗത്താണ് കുട്ടികൾക്ക് പേരിടുന്നതിനെ കുറിച്ചുള്ള നിയമങ്ങളൊക്കെ പറയാം. അവിടെ വിശദമായിട്ട് പറയുന്നു, വയഹ്റുമു മലിക്കുൽ മുലൂക്ക്, മലിക്കുൽ മുലൂക്ക് എന്ന് പേര് വെക്കൽ ഹറാമാണ്. ലി അന്നദാലിക ലൈസ ലി ഗൈരില്ലാഹി തആല, അള്ളാഹു അല്ലാത്തവർക്ക് ആ പേര് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയണേ, അത്വബീബ് എന്ന് അള്ളാഹു അല്ലാത്തവർക്ക് പറയാൻ പറ്റുമോ പറ്റൂല എന്ന് ചില അഭിപ്രായം പറഞ്ഞു. അത്വബീബ് അള്ളാഹുവിൻ്റെ ഇസ്മാണ്, അത് മറ്റുള്ളവർക്ക് പറയാൻ പാടില്ല. അള്ളാഹുവാണ് സുഖപ്പെടുത്തുന്നവൻ. അപ്പോൾ തൊബീബ് അള്ളാഹിൻ്റെ ഇസ്മായതുകൊണ്ട് മറ്റുള്ളവർക്ക് പറയാൻ പാടില്ല എന്ന് ചിലർ പറഞ്ഞപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞു, വൽ ഔജഹു ഹില്ലുഹു, തൊബീബ് അള്ളാഹുവിൻ്റെ ഇസ്മാണ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഹലാലാണ്. എന്തുകൊണ്ട്? ലാ യബൂദു അന്ന നഹിയലി തൻസീഹി, പാടില്ല എന്ന് പറഞ്ഞത് തൻസീഹിനിക്കാണ്, തൻസീഹിൻ്റെ കറാഹത്താണ് എന്നവിടെ പറഞ്ഞു. ഞാൻ അതും ഇല്ല എന്നാണ് പറയണത്. ലി തജ്വീസിഹിം അത്തസ്മിയത വൽ വസ്ഫ ബിഗൈരി ലഫ്ളി അല്ലാഹു വർ-റഹ്മാൻ, അള്ളാഹു അർ-റഹ്മാൻ എന്നീ 2 പേരുകൾ, ലഫ്ളുകൾ, പദങ്ങൾ അല്ലാത്ത ഏത് പദം കൊണ്ടും, അള്ളാഹിൻ്റെ ഇസ്മുകളിൽ നിന്ന് ഏത് പദം കൊണ്ടും പേരും വെക്കാം, നാമകരണവും പറ്റും, വിശേഷണവും പറ്റുമെന്ന് ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയാം, ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയാണ്, അള്ളാഹ് റഹ്മാൻ എന്നീ 2 ലഫ്ളുകൾ, പദങ്ങളല്ലാത്ത അള്ളാഹുവിൻ്റെ മറ്റു പദങ്ങളെ കൊണ്ടെല്ലാം, ഇസ്മുകളെ കൊണ്ടെല്ലാം പേരും വെക്കാൻ പറ്റും, വിശേഷണമായിട്ടും പറയാനും പറ്റും. ബൽ ലാഹിറു ഹാദാ അദമുൽ കറാഹത്തി, പറ്റുമെന്ന് ഇമാമികൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഹറാമില്ല എന്ന് മാത്രമല്ല, കറാഹത്തുമില്ല. ഏത് കറാഹത്ത്? തൻസീഹിൻ്റെ കറാഹത്ത് പോലുമില്ല, തഹരീമിൻ്റെ കറാഹത്തും ഇല്ല, തൻസീഹിൻ്റെ കറാഹത്തുമില്ല എന്ന് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ പ്രബലമാക്കി തുഹ്ഫത്തുൽ മുഹ്താജിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാവുന്നതാണ്. ഇനി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന, ഈ അസ്മാഉൽ ഹുസ്നയെക്കുറിച്ച് പല ഇമാമിങ്ങളും അതിൻ്റെ വിശദീകരണങ്ങൾ എഴുതിയവരുണ്ട്, വ്യാഖ്യാനങ്ങൾ എഴുതിയവരുണ്ട്. ഇമാം ഗസാലി, ഇമാം ഇബ്നു അജീബ തുടങ്ങി ധാരാളം ആരിഫീങ്ങളും സൂഫിയാക്കളും ഇമാമിങ്ങളും അസ്മാഉൽ ഹുസ്നയെ വിശദീകരിച്ചിട്ടുണ്ട്. ആ അസ്മാഉൽ ഹുസ്നയെ വിശദീകരിക്കുന്നിടത്ത് ഓരോ അസ്മാവിനും അതിന് തഹല്ലുഖ് എന്ന് പറയുന്നൊരു മര്യാദയുണ്ട്. ആ മര്യാദ അങ്ങനെ മുന്നേറുമ്പോൾ അത് അവസാനം തഹഖുഖ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. എല്ലാ ഇസ്മിനും തഹല്ലുഖുമുണ്ട്, തഹഖുഖുമുണ്ട്. തഹല്ലുഖ് എന്ന് പറഞ്ഞാൽ ആ ഇസ്മിന് സൂചിപ്പിക്കുന്ന ഒരു അള്ളാഹുവിൻ്റെ ഒരു മഹനീയമായ സ്വഭാവമുണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ ഇസ്മുകളും സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹനീയമായ ഒരു സ്വഭാവത്തെയാണ്, അല്ലെങ്കിൽ ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തെയാണ്. അതിൽ നിന്നും ശാഖാപരമായിട്ട് കുറേ സ്വഭാവങ്ങൾ വേറെയുമുണ്ട്, ഈ 99 ഇസ്മുകൾ. അപ്പോൾ ആ സ്വഭാവങ്ങളൊക്കെ മനുഷ്യനിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തഖല്ലഖൂ ബി അഖ്ലാഖില്ല, അള്ളാഹുവിൻ്റെ സ്വഭാവം നിങ്ങൾ സ്വീകരിക്കണേ എന്ന് ആജ്ഞയുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി 300 ഖുലുഖിൻ, അള്ളാഹു തആലാക്ക് 300 സ്വഭാവങ്ങളുണ്ട്. അള്ളാഹുവിന് 300 സ്വഭാവങ്ങളുണ്ട്. മൻ തഖല്ലഖ ബി വാഹിദിൻ മിൻഹാ ദഖലൽ ജന്ന,
ആ 300 സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം ഒരാളിലുണ്ടായാൽ, അള്ളാഹുവിൻ്റെ സ്വഭാവമായിരിക്കണേ, സ്വന്തം ഭാര്യയോടും മക്കളോടും മാത്രമുള്ള സ്നേഹവും അവരോടുള്ള കടപ്പാടും മാത്രം പോരാ. അള്ളാഹുവിനെ നിഷേധിക്കുന്നവരോടും, അള്ളാഹു ഇല്ല എന്ന് പറയുന്നവർ, അള്ളാഹു എനിക്കൊന്നും തരുന്നില്ല എന്ന് പറയുന്നവർ, അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവർ, നിരീശ്വരവാദി, ഇവർക്കൊക്കെ അള്ളാഹു വായു നൽകുന്നു, അള്ളാഹു അവർക്ക് ഭക്ഷണം നൽകുന്നു, അള്ളാഹു അവർക്ക് വേണ്ട കഴിവുകളൊക്കെ നൽകുന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ സ്നേഹം, ഇതാണ് അള്ളാഹുവിൻ്റെ വിശാലത, അള്ളാഹുവിൻ്റെ സഹനം, സഹിഷ്ണുത. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വഭാവം വേണം. ആ അള്ളാഹുവിൻ്റെ സ്വഭാവങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്വഭാവം ഒരു മുഅ്മിനിലുണ്ടായാൽ അള്ളാഹു തആല മുഅ്മിനിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ, ആ സ്വഭാവങ്ങളിൽ നിന്ന് ഏതെങ്കിലും എന്നിലുണ്ടോ, അബൂബക്കറിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീക കുല്ലു ദാലിക യാ അബൂബക്കർ, നിങ്ങളിൽ ആ 300 സ്വഭാവങ്ങളുമുണ്ട് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയായിൽ ഏറ്റവും പ്രധാനിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ് സ്വഭാവത്തിന്. അള്ളാഹുവിൻ്റെ സ്വഭാവം 300 സ്വഭാവം ഉൾക്കൊണ്ട ആള് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി മുത്തനബി പറഞ്ഞിട്ടുണ്ട്. അതാണ് തഖല്ലുക്ക്, അള്ളാഹുവിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുക. ആ സ്വഭാവം ഉൾക്കൊണ്ട് ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്വഭാവം അത് 100% ഉൾക്കൊള്ളുമ്പോൾ, 100% എന്ന് പറഞ്ഞാലും അതൊക്കെ ഒരു പ്രയോഗമാണ് എന്ന് മനസ്സിലാക്കണം. ഒരിക്കലും അള്ളാഹുവിൻ്റെ 100% സ്വഭാവം മറ്റൊരാൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പക്ഷേ അതിൽ കുറേ ഡോസുകളുണ്ട്, കുറേ സ്റ്റാൻഡേർഡുകളുണ്ട്. അത് 100ാമത്തെ സ്റ്റാൻഡേർഡ് ഒരു മനുഷ്യന് അതുവരെ പോകാൻ പറ്റുള്ളൂ. മനുഷ്യന് പോകാൻ പറ്റുന്ന സ്വഭാവത്തിൻ്റെ 100ാമത്തെ സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡ് എത്തുന്നതിന് തഹഖുഖ് എന്ന് പറയും. ആ സ്വഭാവത്തിൻ്റെ പാരമ്യത്തിൽ, യാഥാർത്ഥ്യത്തിൽ എത്തിപ്പെടുക എന്ന ആ വാക്കിനർത്ഥം. അതിനാണ് തഹഖുഖ് എന്ന് പറയും. ആ തഹഖുഖുള്ള വലിയനെ കുറിച്ച് പറയും. ആ തഹഖുഖുള്ള വലിയന് അന്നേരം ആ സ്വഭാവവുമായി ബന്ധപ്പെട്ട മഖാമുണ്ടാവും. അതിനാണ് പറയുക, അത് ഓരോ ഇസ്മിനുമുണ്ട്. അതിനാണ് അബാദിലത്ത് എന്ന് പറയുക. സൂഫിയാക്കൾ, ആരിഫ്യങ്ങൾ അബാദിലത്ത് എന്ന് പറയുക. എന്താ അബാദിലത്ത് എന്ന് പറഞ്ഞാൽ? അബാദിലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഓരോ ഇസ്മു കൊണ്ടും തഖല്ലുക്കും തഹഖുക്കുമായി ഓരോന്നിലും 100% പെടലാണ് ഒരു വലിയൻ്റെ കടമ. ഒരു വലിയന് അതാണ് പണി. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ് മുഹമ്മദിയായി ആലമുൽ ഗൈബിൽ ഭൂമിയിലേക്ക് മുത്തുനബിയുടെ ശരീരം പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ, മറ്റുള്ള പല മലക്കുകളെയും പടക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന മുഴുവൻ കൊണ്ടും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരക്കണക്കിന് വർഷം ഓരോ ഇസ്മു കൊണ്ടും തഖല്ലുക്കാവുകയും തഹഖുക്കായി എന്ന് പറഞ്ഞാൽ അത് ആ ഇസ്മ തന്നെ ദിക്ർ ചൊല്ലി, ആ ഇസ്മ മാത്രം ദിക്ർ ചൊല്ലി ആയിരക്കണക്കിന് വർഷം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഇസ്മ കൊണ്ട് തന്നെ അമൽ ചെയ്ത് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മറ്റു സൃഷ്ടികളൊക്കെ ആ ഇസ്മ കൊണ്ട് തഖല്ലുക്കും തഹഖുക്കുമാകുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തഖല്ലുക്കും തഹഖുക്കുമായിട്ടുണ്ട്. ഒരു വലിയൻ്റെ കടമ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ ആ വഴി, അള്ളാഹുവിലേക്ക് എത്താൻ പോയ ആ വഴി പിന്തുടരലാണ്. അത് നമ്മോട് പറയൂല ഞാനിപ്പോൾ ഈ വഴിയിലുള്ളത് എന്ന്. ഓരോരോ സെക്കൻഡിലും അവർക്ക് ചില മാറ്റങ്ങൾ വരും, നമ്മളോടത് പറയൂല. ആ അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് തഖല്ലുക്കും തഹഖുക്കുമാകുന്ന ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, തഖല്ലുക്ക് കഴിഞ്ഞ് തഹഖുക്കിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഓരോ ഇസ്മിലും ഓരോ മഖാമ് വരും. അപ്പോൾ അബ്ദുർ റഹീം, വലിയൻ്റെ പേരെന്താ? മുഹമ്മദ് എന്നാണ്. പക്ഷേ ആ വലിയനിക്ക് വിലായത്തിലൊരു മഖാമ് വരും. റഹീം എന്ന് പറഞ്ഞ ആ ഇസ്മ, റഹീം എന്ന് പറഞ്ഞ ഇസ്മ
അതിൻ്റെ തഹക്കുക്കാകുന്ന സമയത്ത് ആ വലിയനിക്ക് റഹ്മത്തിൽ വലിയൊരു മഖാം അല്ലാഹു തആല കൊടുക്കും. അന്നേരം ആ വലിയൻ്റെ പേരുണ്ടാവുക അബ്ദുർ റഹീം എന്ന അദ്ദേഹത്തിൻ്റെ മഖാമിനെ പറ്റി പറയാം. ഇപ്പോൾ കുത്തുബ് ഒരു മഖാമായതുപോലെ ആ വലിയൻ്റെ ഒരു മഖാമാണ് അബ്ദുർ റഹീം. അത് ആ വലിയനോട് തൊട്ടടുത്ത് ബന്ധമുള്ള ഔലിയാക്കന്മാർക്കൊക്കെ അറിയും, ഇദ്ദേഹം അബ്ദുർ റഹീമാണ് എന്നറിയാം. അബ്ദുർ റബ്ബ്, അബ്ദുൽ ബസീർ, അബ്ദുൽ സലാം, ഇങ്ങനെയൊക്കെ മഖാമുണ്ട്. ഔത്താദ് അർബയിൽപ്പെട്ട ഒരാൾ 4 ആളുകൾക്കും ഈ അബ്ദ് കൂട്ടിയ ഒരു മഖാമുള്ള ആളുകളായിരിക്കും ഔത്താദ് അർബയിൽപ്പെട്ട ഔലിയാക്കളിൽ 4 പേരും. ആ വിശദീകരണത്തേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും ആ മഖാമുകൾക്ക് പറയുക അബാദിലത്ത് എന്നാണ്. ആ മഖാമിന് പറയുക അബാദിലത്ത്. അത് അള്ളാഹുവിൻ്റെ എല്ലാ അസ്മാഉൽ ഹുസ്നയിലേക്കും അബ്ദ് ചേർന്നിട്ടുള്ള ഒരു മഖാമാണ്. അൽ അബാദിലത്തു, ഇതാ ഇമാം കാശാനി അവരുടെ ഇസ്തിലാഹത്ത് സൂഫിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറയുന്നു, അൽ അബാദിലത്തു ഹും അർബാബു തജല്ലിയാത്തിൽ അസ്മാഇയ്യ. തഹഖുഖാവുക അള്ളാഹുവിൻ്റെ അസ്മാഇയായ തജല്ലിയാത്തിൻ്റെ ഉടമകൾ, അള്ളാഹുവിൻ്റെ തിരുനാമങ്ങൾ, ആ തിരുനാമങ്ങളുടെ തജല്ലിയാത്ത് പ്രാദുർഭാവങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ. അള്ളാഹുവിൻ്റെ റഹീം എന്ന ഇസ്മിൻ്റെ തജല്ലി, അതുപോലെ റഹ്മാനി എന്ന് പറയുന്ന ഇസ്മിൻ്റെ തജല്ലി, ലത്തീഫ് എന്ന് പറഞ്ഞ ഇസ്മിൻ്റെ തജല്ലി, അതാ വലിയൻ്റെ സ്വഭാവത്തിലും ചലനത്തിലൊക്കെ അപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കും. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു നായയോട്, കുഷ്ഠരോഗം പിടിച്ച നായയോട് കരുണ കാണിച്ച ചരിത്രം നാം കേട്ടിട്ടുണ്ട്. അത് അബ്ദുർ റഹീം എന്ന് പറഞ്ഞ മഖാമിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകടനമാണ്, വലിയിൽ നിന്നുണ്ടാകുന്ന ഒരു സ്വഭാവമാണ്, പ്രകടനമാണ്. അപ്പോൾ മാത്രമേ ഉണ്ടാവൂ എന്നല്ല ഞാൻ പറഞ്ഞതിന് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇദാ തഹഖഖു ബി ഹഖീഖത്തി ഇസ്മിൻ മിൻ അസ്മാഇഹി തആല, അല്ലാഹു തആലയുടെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏതെങ്കിലും ഒരു തിരുനാമത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അവർക്കതിൻ്റെ ഒരു മനുഷ്യനെത്തിപ്പെടാൻ പറ്റുന്ന, വലിയനെത്തിപ്പെടാൻ പറ്റുന്ന പാരമ്യത്തിലേക്ക് അവരെത്തുമ്പോൾ, വത്തസഫു അവർ വിശേഷണം സിദ്ധിക്കുകയും ബിസ്സിഫത്തില്ലത്തി ഹിയ ഹഖീഖത്തു ദാലിക്കൽ ഇസ്ം, അള്ളാഹുവിൻ്റെ ആ തിരുനാമത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണോ ആ വിശേഷണം കൊണ്ട് ഔലിയാ വിശേഷണം സിദ്ധിക്കുകയും ചെയ്യുമ്പോൾ, നുസിബു ഇലൈഹി ബിൽ ഉബൂദിയ്യ, അന്നേരം അവരെ അബ്ദ് കൂട്ടിച്ചേർത്തുകൊണ്ട് അതിലേക്ക് ചേർക്കപ്പെടും. അങ്ങനെ എല്ലാ ഇസ്മിലേക്കും ചേർക്കപ്പെടും. അവർ ഇങ്ങനെ വിട്ടുകിടക്കുന്നതിനനുസരിച്ച് ബിഷുഹൂദിഹിം റുബൂബിയ്യത ദാലിക്കൽ ഇസ്മി വ ഉബൂദിയ്യതിഹിം ലിൽ ഹഖി മിൻ ഹൈസു റുബൂബിയ്യതുഹു ലഹും ബികമാലി ദാലിക്കൽ ഇസ്മി ഖാസ്സ. ഫഖീല ലി അഹദിഹിം അബ്ദുർ റസാഖ് എന്ന് പറയും, വലിൽ ആഖിരി അബ്ദുൽ അസീസ് വഖദ അബ്ദുൽ മുൻഇം. ഇങ്ങനെ അള്ളാഹുവിൻ്റെ എല്ലാ ഇസ്മിലേക്കും ചേർത്തി പറയും. കാശാനി ഇമാം തന്നെ അവരുടെ ലത്വായിഫുൽ ഇഅ്ലാം ഫി ഇഷാറാത്തി അഹ്ലിൽ ഇൽഹാം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ 99 ഇസ്മിൻ്റെയും എന്താണ് അബ്ദുസ്സലാം എന്ന് പറഞ്ഞാൽ, എന്താണ് അബ്ദുൽ ബസീർ, എന്താണ് അബ്ദുൽ ഖബീർ, എന്താണ് അബ്ദുർ റഹ്മാൻ, എന്താണ് അബ്ദുല്ലാഹ്, ഓരോന്നിൻ്റെയും മീനിങ് വിശദീകരിച്ചിട്ടുണ്ട്. കേവലം സലാമിൻ്റെ അബ്ദ് അടിമ എന്നല്ല അതിൻ്റെ അർത്ഥം, അതൊരു മഖാമാണ്. അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന മഖാമിൻ്റെ അർത്ഥം ഖാദിറായ അല്ലാഹു തആല ആ അടിമക്ക് അപാരമായ ഖുദ്റത്ത് കൊടുക്കുകയാണ്. എന്താ ആരിഫ്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത്? ബി ഹൈസു ലാ യംതനിഉ അലൈഹി ഷൈ. അബ്ദുൽ ഖാദിർ എന്ന മഖാമിലുള്ള വലിയന് ഒരു കാര്യവും എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്നത് ഉണ്ടാകില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഖുദ്റത്ത് അല്ലാഹു തആല വലിയന് അല്ലാഹു കൊടുക്കുകയാണ്. അതാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അബ്ദുൽ ഖാദിർ എന്ന മഖാമിൽ എത്തിയതിന് ശേഷം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന അബ്ദുൽ ഖാദിർ. ഇങ്ങനെ പോയി അബ്ദുർ റഹ്മാനും കഴിഞ്ഞ് അബ്ദുൽ ഖാദിറും കഴിഞ്ഞ് അബ്ദുല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ, അതാണ് അസ്മാഉൽ ഹുസ്ന. എന്തെല്ലാം അല്ലാഹു തആല 1,24,000 അതിനപ്പുറം അല്ലാഹു തആലാക്ക് ഇസ്മുണ്ട്. എന്നാൽ ആ ഇസ്മിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഇസ്മാണ് അല്ലാഹ് എന്ന് പറഞ്ഞ ഇസ്മ. അത് എല്ലാ സാരങ്ങളും അതിലുണ്ട് അല്ലാഹ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അബ്ദുല്ലാഹ്
എന്ന് പറയുന്ന ഇസ്മ കൊണ്ട് തഹക്കുകാകുന്ന ഔലിയാ വളരെ കുറവാണ്. മറ്റുള്ള ഇസ്മുകളെ കൊണ്ടൊക്കെ തഹക്കുകാവും. അബ്ദുല്ലാ എന്നുള്ള ഇസ്മ കൊണ്ട് തഹക്കുകാവുന്ന ഔലിയാ കുറവാണ്. വാസ്തവത്തിൽ സൂറത്തുൽ ജിന്നിൽ അല്ലാഹു തആല പറഞ്ഞു. അത് അബ്ദുല്ലാ എന്ന് അല്ലാഹു അവിടെ പറഞ്ഞത് മുത്തനബിനെ കുറിച്ചാണ്. ഈ അബ്ദുല്ലാ എന്നുള്ള മഖാമ് അത് യഥാർത്ഥത്തിൽ ആ മഖാമ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഖാമാണ്. മുത്തനബിക്ക് ആ ഇസ്മ ആ മഖാം ഉൾക്കൊള്ളാൻ കഴിഞ്ഞ അത്ര ഒരു നബിക്ക് പോലും ആ മഖാം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പിന്നല്ലേ വലിയ. കാരണം അത് അള്ളാഹുവിൻ്റെ മുഴുവൻ ഇസ്മുകളെ കൊണ്ടും അള്ളാഹുവിൻ്റെ തജല്ലി അനുഭവിക്കുന്ന മഖാമാണ്. തജല്ലി എന്താണെന്നും ഇപ്പോൾ പറയാൻ പറ്റിയ വേദിയല്ലത്. തജല്ലിൽ അസ്മായി, തജല്ലി സിഫാത്ത്, തജല്ലിൽ അഫ്ആൽ, തജല്ലി ദാത്ത്, ഇങ്ങനെ പല തജല്ലികളുമുണ്ട്. ആ തജല്ലി എന്നും പറയാൻ പറ്റിയ പിന്നെ ക്ലാസ് അല്ലാത്തത് കൊണ്ട്, പൊതുവേദിയിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. തജല്ലി എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം വെച്ചിട്ട് നമ്മളെ നേർക്ക് തിരിയാനും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ തജല്ലിയുടെ മാനകളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. പക്ഷേ ആ മാന ഇവിടെ പറയാൻ പറ്റൂല. കാരണം ആരിഫ്യങ്ങൾ പറഞ്ഞതെല്ലാം പൊതുജനങ്ങൾക്ക് തിരിയൂല. പൊതുജനങ്ങൾക്ക് എന്നല്ല, ആലിമീങ്ങളിൽ തന്നെ എല്ലാവർക്കും തിരിയൂല. അല്ല, ആലിമീങ്ങൾക്ക് തന്നെ തിരിയും. അവാമുൽ ഉലമാ എന്ന് ഒരു വാക്കുണ്ട്. അതുകൊണ്ട് പൊതുവേദിയിൽ അത് പറയാൻ പറ്റില്ല, അത് തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ടാണ് നാം പറയാതിരിക്കുന്നത്. അപ്പോൾ അബ്ദുല്ല എന്നുള്ള മഖാമ് അത് വലിയന് ഉണ്ടാകില്ലേ? ഉണ്ടാവും. ആർക്കാ ഉണ്ടാവുക? അബ്ദുല്ല എന്ന മഖാം ഉണ്ടാകുക മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായിക്കൊണ്ട്. മുത്തുനബിക്ക് യഥാർത്ഥത്തിൽ അതുണ്ടാവുക മുത്തുനബിയുടെ പ്രാതിനിധ്യത്തിൽ. കുതുബ് ഗൗസ് എന്ന് പറയുന്ന സ്ഥാനം, കുതുബ് എന്ന് പറയുന്ന സ്ഥാനം, ആ സ്ഥാനത്തേക്ക് എത്തുന്ന വലിയനിക്ക് അബ്ദുല്ല എന്നുള്ള മഖാമിലെത്തും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അബ്ദുല്ല എന്ന് പറഞ്ഞ മഖാമിലേക്ക് ആ വലിയ എത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ മുഴുവൻ ഇസ്മുകളെ കൊണ്ടുമുള്ള തജല്ലിയാത്ത് ഉൾക്കൊണ്ട മഹാനായിരിക്കണം. അതെല്ലാം മനസ്സിലാക്കിയ വലിയായിരിക്കണം. ലോകത്ത് ഏത് കുതുബീങ്ങളുണ്ടോ, ഗൗസുൽ ആദം, റിഫായി ഷെയ്ഖ്, അജ്മീർ ഷെയ്ഖ്, മമ്പുറം തങ്ങൾ, മടവൂർ തങ്ങൾ, ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെ കുതുബ് എന്ന സ്ഥാനത്തേക്ക് എത്തിയവരാണ്. അവരൊക്കെ അബ്ദുല്ലാഹ് ആയവരാണ്. അബ്ദുല്ലാ എന്ന് പറഞ്ഞ മഖാമ് കിട്ടിയവരാണ് അവർ. പക്ഷേ അതിൽ ഏറ്റ വ്യത്യാസമുണ്ടാവും. അപ്പോൾ നിങ്ങൾ ധരിച്ചു പോവേണ്ട അബ്ദുല്ല എന്ന് പറയുന്ന മഖാമ് അത് മഖാമുകളുടെ അവസാനമാണ് എന്ന് ധരിക്കരുത്. മഖാമുകളുടെ അവസാനമല്ല അബ്ദുല്ല എന്ന് പറയുന്നത്. മഖാമുകളിലേക്ക് അബ്ദ് ചേർത്തിയുള്ള പ്രയോഗമാണ് ഈ പറയുന്നത്. മഖാമിലേക്ക് അബ്ദ് ചേർത്തിയുള്ള പ്രയോഗം. പിന്നെ മഖാമിലേക്ക് അബ്ദ് ചേർത്തൂല, അങ്ങനെയുള്ള പ്രയോഗമുണ്ട്. ഹുർരിയത്ത് എന്ന് പറയുന്നൊരു മഖാമുണ്ട്. ഈ ഹുർരിയത്ത് എന്ന മഖാമിലേക്ക് എത്തുമ്പോൾ അബ്ദ് ചേർത്തിയുള്ള എല്ലാ മഖാമും കഴിഞ്ഞതിന് ശേഷമാണ് ഹുർരിയത്ത് എന്ന് പറയുന്ന മഖാമിലേക്ക് എത്തുന്നത്. അതാണ് ഞാൻ നേരത്തെ കുറേ മുമ്പ് മൗലിദുൽ ഹുസ്നൈനിയുടെ ഒരു ക്ലാസ്സിൽ, കുറേ ആലിമീങ്ങളൊക്കെ ഉള്ളൊരു ക്ലാസ്സിൽ നാം പറഞ്ഞ വിഷയത്തിൻ്റെ വിശദീകരണമാണ് ഈ പറയുന്നത്. 2021 തോന്നുന്നു, അതില്ലെങ്കിൽ അതിൻ്റെ മുമ്പ് എടുത്ത ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിശദീകരണം. പക്ഷേ അതിന്ന് ചിലർ തെറ്റിദ്ധരിച്ചു പോയി. വലിയ അബ്ദുൽ ഖാദിർ, അബ്ദുസ്സലാം, അബ്ദുർ റഹീം, അബ്ദുർ റഹ്മാൻ, അബ്ദുല്ല എന്നിങ്ങനെ പറഞ്ഞു വന്ന് പിന്നെ വലിയന് അബ്ദ് എന്നുള്ള അവസ്ഥ തന്നെ ഇല്ലാതെയായിപ്പോയി. അള്ളാഹുവിൻ്റെ അബ്ദ് എന്ന് പറയൂല. പിന്നെ ആ വലിയ തന്നെ അള്ളാഹുവായി മാറുന്ന അവസ്ഥ. വലിയിൽ അള്ളാഹു അവതരിക്കുകയോ അള്ളാഹുവിൽ വലിയ അവതരിക്കുകയോ അല്ലെങ്കിൽ വലിയും അള്ളാഹുവും ഒന്നായി അദ്വൈതമായി തീരുന്ന അവസ്ഥ, അതാണ് ഞാൻ പറഞ്ഞത് എന്ന്
ചിലർ തെറ്റിദ്ധരിച്ചു പോയി എന്ന് തോന്നുന്നു. മറ്റു ചിലർ തെറ്റിദ്ധരിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വരെ അല്ലാഹു തആല അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും മഹനീയമായ വിശേഷണമായി പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ അബ്ദ് എന്ന്. കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രംഗങ്ങളാണ് അള്ളാഹു തആല ഖുർആൻ ഇറക്കി കൊടുത്തതും ഇസ്രാ മിഅ്റാജ് ഉണ്ടായതൊക്കെ. ആ സംഗതിയൊക്കെ പറയുന്നിടത്ത് അള്ളാഹു തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. അള്ളാഹു ഒരു വ്യക്തിയെക്കുറിച്ച് പ്രത്യേകമായി അള്ളാഹുവിൻ്റെ അടിമ, എൻ്റെ അടിമ, അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഖാമാണ്. അള്ളാഹുവിൻ്റെ അംഗീകാരമാണത്. കാരണം അള്ളാഹു എൻ്റെ അബ്ദ്, അള്ളാഹുവിൻ്റെ അടിമയാണ് ഇവൻ എന്ന് പറയണമെങ്കിൽ 100% ആ മനുഷ്യൻ്റെ എല്ലാ ചിന്തകളും എല്ലാ ചലനങ്ങളും 24 മണിക്കൂറും ഒരു സെക്കൻഡ് പോലും ഒഴിവാകാതെ അള്ളാഹുവിൽ ലയിച്ചിരിക്കണം. ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും ഒക്കെ അതിൽ കുറവുണ്ടാവും. എന്നാൽ സയ്യിദുൽ അംബിയ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് അതിൽ പാരമ്യം ലഭിച്ചത്. അതാണ് അള്ളാഹു സൂചിപ്പിച്ചത് അൽഹംദുലില്ലാഹി തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി. ഒരു സമൂഹത്തെക്കുറിച്ച് ഇബാദ് എന്നൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് അള്ളാഹു തആല. ഇത് മുത്തുനബിനെ കുറിച്ച് നേരെ പ്രയോഗിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അടിമക്ക് ഖുർആൻ ഇറക്കി കൊടുത്തു. പിന്നെ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി അവിടെയും അങ്ങനെ ഔഹാ ഇലാ അബ്ദിഹി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അള്ളാഹു തആല മുത്തുനബിയെക്കുറിച്ച് അബ്ദ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടാത്ത ഒരു മഖാമിൽ ഇല്ലാത്തൊരു മഖാമ് വലിയനോ അതെങ്ങനെ ഉണ്ടാവാൻ തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. ഉബൂദിയ്യത്തിൻ്റെ സമ്പൂർണത അത് എത്തിച്ചവർ, ഉബൂദിയ്യത്തിൻ്റെ പാരമ്യം സൃഷ്ടികളിൽ എത്തിച്ചവർ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ വേറൊരു സൃഷ്ടിയാനപ്പുറത്തില്ല. ഒരു നബിയും ഇല്ല, ഒരു വലിയും ഇല്ല, ഒരു മലക്കും ഇല്ല. ഉബൂദിയ്യത്തിൻ്റെ പാരമ്യം സമ്പൂർണത ഏറ്റവും കമാലുൽ ഉബൂദിയ്യത്ത് എത്തിച്ച ആൾ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മുത്തുനബിയെക്കുറിച്ച് അബ്ദിഹി എന്ന് പറഞ്ഞത്. അതാണ് ആ അബ്ദിഹിയെക്കുറിച്ചാണ് ആരിഫീങ്ങൾ പറഞ്ഞത്. മുത്തുനബിയെക്കുറിച്ച് അവിടെ അബ്ദിഹി എന്ന് പറഞ്ഞത് അൽ ഹുർരിയത്തുൽ വഹബിയ എന്ന് പറയുന്ന കമാലുൽ ഉബൂദിയ്യത്താണ്. അപ്പം എന്താണ് ഈ ഹുർരിയത്ത്? ഈ ഹുർരിയത്ത് എന്ന് പറഞ്ഞപ്പോൾ ചില പുത്തൻ വാദികളൊക്കെ, പുത്തൻ പ്രസ്ഥാനക്കാരൊക്കെ മനസ്സിലാക്കി അവർക്ക് ഭാഷയെ അറിയുള്ളൂ. സൂഫിയാക്കളെ സാങ്കേതികത്വങ്ങളോ ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും യഥാർത്ഥ അർത്ഥങ്ങളൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ ഡിക്ഷണറി മാനേ അവർക്ക് അറിയുള്ളൂ. അപ്പോൾ ചില പുത്തൻവാദികൾ ഞാൻ ആ പറഞ്ഞതിനെ അവരെ മനസ്സിലാക്കി. ഹുർരിയത്ത് എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യം, അടിമത്വം ഒഴിവാക്കുക, അടിമത്വം ഇല്ലാതിരിക്കുക. അപ്പോൾ ഹുർരിയത്ത് എന്ന് പറഞ്ഞാൽ വലിയ അള്ളാഹുവിൻ്റെ അടിമയല്ലാതിരിക്കുക, അള്ളാഹുവിൻ്റെ അടിമത്വം വലിച്ചെറിയുക. അത് കുഫ്റല്ലേ? അത് ഫിസ്കാണ്, അത് കുഫ്റാണ്. അങ്ങനെ ഒരൊറ്റ സൂഫിയും ഒരൊറ്റ വലിയും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഹുർരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്. അൽ ഹുർരിയത്തുൽ വഹബിയ, അൽ ഹുർരിയത്തുൽ കസ്ബിയ, അങ്ങനെ രണ്ടെണ്ണമുണ്ട്. എന്താണ് ഹുർരിയത്തുൽ വഹബിയ, എന്താണ് ഹുർരിയത്തുൽ കസ്ബിയ? അത് അല്പം ഒന്ന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്.